ഇറാനെതിരായ യുദ്ധത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ബാരലിന് $65 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില ഇന്ന് $97 കടന്നു. ഇന്നലെ ഇറാന്റെ നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിയതോടെ $2 കൂടിയത്. ബ്രന്റ് ക്രൂഡിന്റെ വിലയും കുതിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തും ആനുപാതിക വിലവർധന വേണമെന്നാണ് എണ്ണ കമ്പനികളുടെ ആവശ്യം. 1 ലക്ഷം കോടിയിലേറെ രൂപയാണ് കഴിഞ്ഞ 10 ആഴ്ചയ്ക്കിടെ എണ്ണ കമ്പനികളുടെ നഷ്ടം. എണ്ണവില കൂടിയാൽ വിലക്കയറ്റമുണ്ടാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഫൈസൽ ഹംസയും ആദിൽ പാലോടും ചേരുന്നു. ഫൈസൽ, അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ എണ്ണവില കൂടുമ്പോൾ അത് രാജ്യത്തെയും ബാധിക്കും. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇതെങ്ങനെയാണ് വലിയ രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്? റോഷ്നി, എണ്ണവില വർധന ലോകരാജ്യങ്ങളെ എല്ലാം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ വർഷം ആദ്യത്തിൽ യഥാർത്ഥത്തിൽ $56 ആയിരുന്നു ബാരലിന് ഇന്ധനവിലയുടെ, പെട്രോളിയം വിലയുടെ യഥാർത്ഥത്തിലുള്ള വില. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഈ ഇറാനെതിരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകും, അതോടൊപ്പം തന്നെ വെനസ്വലയിലെ അമേരിക്കൻ നടപടി, ഇതിനെല്ലാം തുടർന്ന് ചെറിയ തോതിലെങ്കിലും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഇറാനെതിരെ ആക്രമണം നടക്കുന്ന ഫെബ്രുവരി 28, 26 സമയങ്ങളിലെല്ലാം ഏതാണ്ട് $65 വ്യാപാരം നടന്നിരുന്നത് എന്നുള്ളതാണ്. ആ വിലയാണ് ഇപ്പോൾ ഏതാണ്ട് ഇരട്ടിയോളമായിരിക്കുന്നത് എന്നുള്ളതാണ്. പല സമയത്തും ബ്രന്റ് ക്രൂഡിന്റെ വില $114 വരെയൊക്കെ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഈ ഹോർമുസ് കടലിടുക്കിൽ അത് ഇറാൻ അടയ്ക്കുകയും അവിടെ ഒരു ആക്രമണം നടക്കുകയും തുടർച്ചയായി ഓയിൽ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടക്കുകയും എല്ലാം ചെയ്ത സമയത്തായിരുന്നു ഇത് $114 എത്തിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു സമാധാനത്തിലേക്ക്, ഒരു കരാറിലേക്ക് എത്തുമെന്ന് തോന്നിച്ച സമയത്താണ് അത് വീണ്ടും $100 താഴേക്ക് എത്തുന്നത് ക്രൂഡ് ഓയിൽ വില. ഒരേ സമയം തന്നെ ക്രൂഡ് ഓയിൽ വിലയും ബ്രന്റ് ക്രൂഡിന്റെ വിലയും ഉയരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളിൽ 80-ലേറെ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ എണ്ണവില ഉയർത്താൻ ബാധ്യസ്ഥരായി അവർ അതിന് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുണ്ട്, ജർമ്മനി അടക്കമുള്ള, UK അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അമേരിക്കയിലടക്കം എണ്ണവില ഉയർന്നിരിക്കുന്നത് 30%-ലധികമാണ്. അതായത് ഒരു വികസിത രാജ്യത്തിനും ഈ തരത്തിലുള്ള ഒരു എണ്ണവില വർധനയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റോഷ്നി യാഥാർത്ഥ്യം. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത് നമ്മളെയൊക്കെ എങ്ങനെ ബാധിക്കും? ആദിൽ പാലോട് ചേരുന്നുണ്ട്. അതിൽ മെയ് പകുതിയോടുകൂടി പെട്രോൾ ഡീസൽ വില കൂടുമെന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. വലിയ ടെൻഷനുണ്ട് നമുക്ക്. എന്താണ് അറിയാൻ കഴിയുന്നത്? കാരണം എണ്ണ കമ്പനികൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ച് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്, അല്ലേ? തന്നെയാണ്. എണ്ണ കമ്പനികൾ വലിയ നഷ്ടം നേരിടുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ പ്രതികരണത്തോടുകൂടി എണ്ണവില കൂടും എന്ന കാര്യം ഏറെക്കുറെ വലിയ സൂചനകളായി പുറത്തു വരുന്നു എന്നതാണ്. മെയ് 15 ശേഷം വിലവർധനയുണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. $5 വരെ ഡീസലിനും പെട്രോളിനും ലിറ്ററിന് കൂടിയേക്കാം എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിലേറ്റവും പ്രധാനം കഴിഞ്ഞ മാസത്തെ ധനമന്ത്രാലയത്തിന്റെ അവലോകന റിപ്പോർട്ടിൽ കൃത്യമായ സന്ദേശമുണ്ടായിരുന്നു എന്നതാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് മിക്ക രാജ്യങ്ങളും എണ്ണ വില വർദ്ധിപ്പിച്ചിരുന്നു. വലിയ പ്രതിസന്ധിയാണ് പലയിടത്തും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അത് ഇന്ത്യയിലും വർദ്ധിപ്പിക്കേണ്ടി വരും എന്ന സൂചനകളാണ് ഈ ധനമന്ത്രാലയത്തിന്റെ അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് ഉടൻ തന്നെ വർധനയുണ്ടാകുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ധനമന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവും പ്രതികരിച്ച് തിടുക്കപ്പെട്ട ഒരു വർധന ഉണ്ടാകില്ല എന്ന പ്രതികരണവും സ്ഥിരീകരണവും നൽകി. പക്ഷേ ഇനിയും വർധനവ് വരുത്താതെ പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ വൈകാതെ പെട്രോളിന്റെ വില കൂട്ടാനാണ് സാധ്യത. അത് മെയ് 15 ശേഷം ഉണ്ടാകുമെന്ന സാധ്യതയും സൂചനയുമാണ് പുറത്തു വരികയും ചെയ്യുന്നത്. പെട്രോളിന് മാത്രമല്ല, ഗാർഹിക പാചകവാതകം, വീട്ടിൽ ഉപയോഗിക്കുന്ന ചുമന്ന നിറത്തിലുള്ള സിലിണ്ടറിന്റെ വിലയും കൂടാനുള്ള സാധ്യത കാണുന്നു. $40 മുതൽ $60 വരെ ഗാർഹിക പാചകവാതകത്തിനുള്ള വില കൂട്ടും എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും നിർണായകമാണ് തീരുമാനം. മെയ് 15 ശേഷം കടുത്ത തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് പോകേണ്ടി വരും എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. റോഷ്നി, ശരി. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.